ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്ന റെസിപ്പി ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റായ ഫെറേറോ റോഷർ കാൻഡിയുടെ റെസിപ്പിയാണ്. ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ന്യൂട്ടല്ല ചെയ്തെടുക്കാം. വീട്ടിൽ ന്യൂട്ടല്ല ഇരിപ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ ന്യൂട്ടല്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ന്യൂട്ടല്ല ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് 25 ഗ്രാം അളവിൽ ഹസൽനട്ട് എടുക്കണം. അത് നമുക്കൊരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറൊന്നും ചേഞ്ചായി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഫെറേറോ റോഷറിൻ്റെ പുറമേ ഒരു തരി പോലെ ഇങ്ങനെ നട്ട്സ് കിടക്കുന്നില്ലേ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരല്പം ഹസൽനട്ടും അതുപോലെ തന്നെ പീനട്ടും കൂടി എടുത്തിട്ടുണ്ട്. കാഷ്യൂസാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ കാഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൊലി കളഞ്ഞ കടലയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. ഒരു വെയിറ്റ് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ അതായിരിക്കും നല്ലത്. കുറച്ചും കൂടി വലിയ തരികളായിട്ട് കിടക്കുമ്പോഴാണ് അത് കാണാനും കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് അതേ സെയിം ജാറിലേക്ക് തന്നെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടൊക്കെ മാറാനായിട്ട് മാറ്റി വെച്ച ഹസൽനട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറും 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇതേ ഒരു പരിവായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഒന്നും കൂടെ നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ കൊണ്ടുവരാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂട്ടല്ല ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കാൻഡി ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ വേഫർ ഷെൽസ് എടുത്തിട്ടുണ്ട്. 14 ഷെല്ല് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 7 കാൻഡി ചെയ്തെടുക്കാനുള്ള ഷെല്ല് ഞാനിതിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഷെല്ലിലും നമ്മൾ ചെയ്തെടുത്ത ന്യൂട്ടല്ല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു ഹസൽനട്ടും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വേഫർ ഷെല്ലിൻ്റെ ചുറ്റിലും നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്തിട്ട് അടുത്ത വേഫർ ഷെല്ലും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിലും ആക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഷെല്ലുകൾ ഇങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ബോൾ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് അങ്ങ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാ ബോളിലും ന്യൂട്ടല്ലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുറച്ച് പീനട്ടും ഹസൽനട്ടും ഇല്ലേ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ വേഫർ ബോൾസും ഇതിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. ഓരോ വേഫർ ബോൾസും ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പറിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്. ബട്ടർ പേപ്പറിലോട്ട് എല്ലാം നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അത് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് എല്ലാം ഒന്ന് സെറ്റായി വന്നാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സൈഡിൽ ചോക്ലേറ്റ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാൻഡി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ റാപ്പർ എടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഞാൻ ഫോട്ടോ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗോൾഡൻ റാപ്പറൊക്കെ വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫെറേറോ റോഷർ കാൻഡി ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണിത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലുള്ളൊരു ഗോൾഡൻ റാപ്പറൊക്കെ വാങ്ങിയതിന്
ശേഷം ഇതുപോലെയൊക്കെ ക്യാൻഡി ചെയ്തെടുത്തിട്ട് അവർക്കൊക്കെ കൊടുക്കുക. അവർക്കൊക്കെ ഉറപ്പായിട്ടും ഇതൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്